കരൂർ ദുരന്തത്തിൽ TVK സംസ്ഥാന ഭാരവാഹികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി തള്ളി. ജനറൽ സെക്രട്ടറി N. ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി നിർമ്മൽ കുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് തള്ളിക്കളഞ്ഞത്. അതിനിടെ കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കുട്ടികളും സ്ത്രീകളും മരിച്ചു കിടക്കുന്നു. ആ ദുരന്തമുണ്ടായതിന് പിന്നാലെ വിജയ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മുങ്ങിയെന്നും ഇതെന്ത് നേതാവ്, ഇതെന്ത് രാഷ്ട്രീയ പാർട്ടി എന്ന് കോടതി ചോദിക്കുകയും ചെയ്തു. വിജയ്ക്കെതിരെ കേസെടുക്കാത്തതിൽ തമിഴ്നാട് സർക്കാരിനെയും ഹൈക്കോടതി വിമർശിച്ചു. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുകയാണ്. റഹീസ്, ഇപ്പോഴേ എന്താണ് വിജയുടെ അവസ്ഥ? SKN വിജയുടെ നില വളരെ പരുങ്ങലാണ്. കാരണം കോടതിയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ തനിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന വിജയ്ക്ക് അതിരൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. വിജയോട് ചോദിച്ചത്, നിങ്ങൾ എന്ത് നേതാവാണ്, നിങ്ങളുടെ പാർട്ടി എന്ത് പാർട്ടിയാണ് എന്ന രീതിയിലാണ് കോടതി ഇന്ന് ചോദ്യം ഉന്നയിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മരിച്ചു കിടക്കുമ്പോൾ നേതാവ് അവിടെ നിന്ന് മുങ്ങി എന്ന് കോടതി പറഞ്ഞു. നേതാവ് അവിടെ നിന്ന് മുങ്ങുന്നു, പാർട്ടി പ്രവർത്തകർ അവിടെ നിന്ന് മുങ്ങുന്നു, ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. മാത്രമല്ല, ഒരു ഖേദം പ്രകടിപ്പിക്കാൻ പോലും, മാപ്പ് പറയാൻ പോലും തയ്യാറാകാത്ത, ഈ സംഭവത്തിൽ വിഷമമില്ലാത്ത രീതിയിൽ പ്രതികരണം നടത്തിയിരുന്ന വിജയ്, ആ വിജയുടെ മനോനില എന്താണെന്ന് കോടതിക്ക് മനസ്സിലായി എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് വിജയ് അവിടെ കരൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങി വന്നതിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചതിലും വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ TVK എന്തൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും കോടതി ചോദിക്കുന്നുണ്ട്. വെള്ളം കൊടുക്കാത്ത, ഭക്ഷണം കൊടുക്കാത്ത, പാർട്ടിക്ക് വേണ്ടി മണിക്കൂറുകളോളം അവിടെ വന്നു നിന്ന ജനങ്ങളെ ഒരു തരത്തിലും മാനിക്കാത്ത പാർട്ടി, ഇതെന്ത് പാർട്ടിയാണെന്ന് ചോദിക്കുന്നു. കോടതിക്ക് കണ്ണ് മൂടിക്കെട്ടിയിരിക്കാനാകില്ല, മറിച്ച് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് എന്ന തരത്തിലുള്ള പരാമർശം കോടതി നടത്തുന്നു. മാത്രമല്ല, ജഡ്ജ്മെന്റിൽ ഉൾപ്പെടെയാണ് വിജയെ വ്യക്തിപരമായി ഇത്തരത്തിൽ ആക്രമിക്കുന്ന പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഇപ്പോൾ TVK നേതാക്കളായ രണ്ടുപേരുടെയും ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു. ഇവരുടെ അറസ്റ്റും ഉടൻ ഉണ്ടായേക്കും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.